എന്തുകൊണ്ട് ശ്രീ കെ അനിൽകുമാർ ഇതെന്തുകൊണ്ട് സംസ്ഥാന വിഷയമാണ്, ഈ ധാർമ്മികത സംസ്ഥാന വിഷയമായിട്ടാണ് CPM ഉന്നയിക്കുന്നത് എന്നുള്ള മറുപടി താങ്കൾ കൊടുക്കുക? വയനാട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല എന്നാണ് ഷംഷാദ് പറയുന്നത്. ശ്രീ കെ അനിൽകുമാർ. അല്ല, ഞങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു സംഘടനാപരമായിട്ട് കോൺഗ്രസിനകത്ത് ഉള്ള ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം ഇതാണ്: അഴിമതി നടത്തുക, കൊള്ള നടത്തുക, ചെറുപ്പക്കാരുടെ നിന്ന് പണം വാങ്ങുക, ആളുകളുടെ ജോലി കൊടുക്കാവുന്നതിന് വാഗ്ദാനം വാങ്ങി കരാറുണ്ടാക്കിയിട്ട് പണം വാങ്ങുക, അത് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കിട്ടെടുക്കുക. ഈ NM വിജയനെ പോലെ നിരപരാധികളായ വളരെ ആത്മാർത്ഥതയോടെ നടത്തുന്ന കോൺഗ്രസുകാർ ഈ വഞ്ചനയ്ക്ക് ഇരയായി തീരുക. പണം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ പോലെ ശ്രീ NM വിജയനും കുടുംബവും ഇരയാണ്. ആ ഇരയായ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ തയ്യാറായില്ല നാളിതുവരെ പ്രിയങ്ക ഗാന്ധി, സുധാകരൻ. അതാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി വിളിച്ചു പോലുമില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത്. അവരുടെയൊക്കെ തനി സ്വരൂപം വ്യക്തമായി, തനി സ്വരൂപം നമ്മുടെ മുമ്പിൽ വ്യക്തമായി. ആരാണ് പ്രിയങ്ക ഗാന്ധി, ആരാണ് രാഹുൽ ഗാന്ധി, ആരാണ് സുധാകരൻ, എന്താണ് കോൺഗ്രസ് എന്ന് നമ്മുടെ നാട്ടിൽ വ്യക്തമായി. ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ പറയുന്നത് കേട്ടു, ഈ AC മൊയ്തീൻ ഏതോ കേസിൽ പ്രതിയാണ്. AC മൊയ്തീൻ ഒരു കേസിലും പ്രതിയല്ല. മാത്രമല്ല, AC മൊയ്തീനെ കരിവന്നൂരുമായി ബന്ധപ്പെടുത്താൻ നോക്കിയിട്ട്, MK കൃഷ്ണനെ ബന്ധപ്പെടുത്താൻ നോക്കിയിട്ട്, MM വർഗീസിനെ ബന്ധപ്പെടുത്താൻ നോക്കിയിട്ട് ED തട്ടിട്ട് ഉരുയിട്ട് ഒരു ചുക്കും നടന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPMന്റെ രാഷ്ട്രീയ പ്രതിരോധം ഇനി മുന്നോട്ട് പോകുമോ? CPM BJPയുടെ രാഷ്ട്രീയ പ്രതിരോധം, ഈ കുടുംബം ഇനി ഒന്നും പറയുന്നില്ല എന്നുള്ളിടത്ത് തീർന്നില്ലേ? അല്ല, കത്ത് പുറത്തു വന്നു. ആ കത്ത് ശരിയാണ് എന്ന് കോൺഗ്രസുകാർ അംഗീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മരിച്ച ആളുകളുടെ വിൽപത്രം നടപ്പാക്കുന്നു. ആ മരിച്ച ആള് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നു, IC ബാലകൃഷ്ണനും ഈ അപ്പത്തിനും ആരാണെന്ന്. നടപടിയുണ്ടോ? ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഒരു രാഷ്ട്രീയ മൈലേജ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കണം. കരിവന്നൂരിൽ ഞങ്ങൾ നടപടിയെടുത്തു. കരിവന്നൂരിൽ ഞങ്ങൾ സംഘടനാപരമായ നടപടിയെടുത്തു. ഒരാളുടെ പേരിൽ നടപടിയുണ്ടോ? നടപടിയെടുത്തോ? ആളുകളെ മുഴുവൻ ന്യായീകരിക്കുകയാണ്, MLA ന്യായീകരിക്കുകയാണ്. മണി കട്ടപ്പനയിൽ ആത്മഹത്യ എങ്ങനെയാണ് ന്യായീകരിച്ചെന്ന് എല്ലാവരും കണ്ടതല്ലേ? ധാർമ്മികതയിൽ ചോദ്യം ചെയ്യാൻ, ധാർമ്മികത ചോദ്യം ചെയ്തുകൊണ്ട് BJPക്കും CPMനും മുന്നോട്ട് പോകാൻ കഴിയും, രാഷ്ട്രീയ മൈലേജും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഈ അഴിമതിയും കൊള്ളയുമുള്ള ആരോപണങ്ങൾ കുടുംബം ഇനി പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതോടുകൂടി അതെന്താകും ആ കേസുകൾ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോഴും ബാക്കിയാകുന്നുണ്ട് കോൺഗ്രസിന്, വയനാട് കോൺഗ്രസിനകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം. ആരുടെയൊക്കെ തലയിലാണ് ആ മാർക്ക് വരച്ചുകൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കാതെ നിൽക്കുന്നത് എന്നുള്ളത്? നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇത് പാർട്ടിയുടെ കാര്യം മാത്രമായി മാറുന്നു. അതിൽ ചില പ്രതികരണങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ വന്നുകൂടായിക്കുമില്ല. ഏതായാലും വളരെയധികം തന്നെ സമയപരിമിതി കൊണ്ടാണ് കെ അനിൽകുമാർ, ഷംഷാദ് മരക്കാർ, ജോർജ് പൊടിപ്പാറ, ഷാനിബ്, ഒപ്പം TP ജയചന്ദ്രൻ മാസ്റ്റർ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് പൂർണ്ണമാകുന്നു.